ഞാൻ ECHS പോളിക്ലിനിക്കിൻ്റെ ഓഫീസ് സൂപ്രണ്ടാണ്. എൻ്റെ പേര് ക്യാപ്റ്റൻ സജി മാത്യു എന്നാണ്. ഞങ്ങളുടെ ECHS പോളിക്ലിനിക്കിൻ്റെ എക്സ് സർവീസ്മെൻ്റുള്ള ഒരു പോളിക്ലിനിക്കാണ് ഇവിടെ. അതിൽ ഈ കാർഗിൽ ദിവസ്, അതായത് കാർഗിൽ വിജയം കൈവരിച്ചതിൻ്റെ വിജയ ദിവസത്തിൻ്റെ 25ാമത്തെ രജത ജൂബിലി പ്രമാണിച്ച് ഒരു ഇന്ത്യൻ ആർമിയുടെ ഒരു സൈക്കിൾ എക്സ്പെഡീഷൻ റാലി ഇവിടെ ഞങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ട്. അത് റിസീവ് ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്തെ മിലിറ്ററിയുടെ സ്റ്റേഷൻ കമാൻഡർ വരുന്നുണ്ട്. അദ്ദേഹമാണ് റിസീവ് ചെയ്യുന്നത്. ആ ഒരു ഫംഗ്ഷൻ ഞങ്ങളുടെ ECHSൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. കാർഗിൽ വിജയ ദിവസത്തിൻ്റെ 25ാമത്തെ രജത ജൂബിലി ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഇവിടെ ECHS റാന്നിയിൽ നടക്കുന്നത്. അതിനോടനുബന്ധിച്ചാണ് സൈക്കിൾ റാലി നടക്കുന്നത്. സൈക്കിൾ റാലി ഇവിടെ റിസീവ് ചെയ്യുന്നുണ്ട് ECHS പോളിക്ലിനിക് റാന്നിയിൽ. ഞാൻ OSC ECHS ഞങ്ങൾ ബോസ്കോ ജോസഫ് ഇന്ന് കാർഗിൽ വിജയ ദിവസിൻ്റെ ഫംഗ്ഷന് വേണ്ടി ഒരു ഇന്ത്യൻ ആർമിയുടെ സൈക്കിൾ എക്സ്പെഡീഷൻ റാന്നിയിലെത്തുന്നുണ്ട്. അവരെ ഇന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റേഷൻ കമാൻഡർ ട്രിവാൻഡ്രത്തു നിന്ന് ബ്രിഗേഡിയർ സലിൽ MP വരുന്നതാണ്. അദ്ദേഹത്തെ ഈ ഫംഗ്ഷനിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്ത് വേണ്ടി സർവീസ് ചെയ്ത വ്യക്തികളാണ് നമ്മുടെ ESM ബെനിഫിഷ്യറീസും. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ചെറിയ ഒരു റിമെമ്പറൻസുമാണ് ഈ ഒരു കാര്യം. അതായത് അവരുടെ നേട്ടമാണ് നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നതും സുഖമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നതിൻ്റെ കാരണം. അപ്പോൾ അവരുടെ ഡെഡിക്കേഷനും സർവീസിനും കൊടുക്കുന്ന ഒരു റിമെമ്പറൻസാണ് നമ്മൾ ഒരു പോളിക്ലിനിക്കിലായിട്ട് ഒരു സേവനം കൊടുക്കുന്നത്. അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. ഞങ്ങൾ ECHS പോളിക്ലിനിക് റാന്നി ഉള്ള സ്റ്റാഫാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ ഈ ഒരു ഫംഗ്ഷൻ്റെ മെയിൻ ഇവൻ്റ് എന്ന് പറയുന്നത് കാർഗിൽ വിജയ് ദിവസിനെ അനുസ്മരിച്ചുകൊണ്ട്, ശരിക്കും കാർഗിൽ വിജയ് ദിവസ് ജൂലൈ 26-ാം തീയതിയാണ്. 1999-ലാണ് കാർഗിൽ വാർ നടന്നത്. പാകിസ്ഥാന് മേൽ ഇന്ത്യക്ക് നേടിയൊരു വലിയ ജയമായിരുന്നു അത്. അതിനെ അനുസ്മരിച്ചുകൊണ്ട് ജൂലൈ 26-ാം തീയതിയാണ് ശരിക്കും നടന്നത്. പക്ഷേ നമ്മളിന്ന് നമ്മുടെ PC ആയിട്ട്, നമ്മുടെ പോളിക്ലിനിക്കായിട്ട് ജൂലൈ 16-ാം തീയതി അത് ആഘോഷിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇന്ത്യൻ മിലിറ്ററി സർവീസിൻ്റെ കുറച്ച് മിലിറ്ററി സേവനം ചെയ്യുന്ന ആൾക്കാർ ഒരു സൈക്കിൾ റാലി വരുന്നുണ്ട്. അപ്പം ഞങ്ങളതിനെ റിസീവ് ചെയ്യാനൂടെയാണ് ഇന്ന് നിൽക്കുന്നത്. ഞങ്ങളുടെ സ്റ്റാഫ് മെമ്പേഴ്സാണ് ഇവിടെ അണിനിരന്നിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് ഞങ്ങളുടെ റിട്ടയർഡ് കമാൻഡറും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഞങ്ങൾ റിസീവ് ചെയ്യാൻ കാർഗിൽ വിജയ ദിവസത്തിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സ്റ്റേഷൻ കമാൻഡർ ഇന്ന് ECHS പോളിക്ലിനിക്ക് വരികയും ഒരു സൈക്കിൾ റാലി ഉദ്ഘാടനം ഫ്ലാഗ് ഓഫ് ചെയ്യാനും കൂടിയാണ് വരുന്നത്. ECHS പോളിക്ലിനിക് റാന്നിയുടെ എല്ലാ സ്റ്റാഫുകളാണ് നിൽക്കുന്നത്. കാർഗിൽ വിജയ ദിവസത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ബ്രിഗേഡ് കമാൻഡർ പാങ്ങോട് നിന്ന് തിരിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള സജ്ജീകരണത്തിലാണ് ഞങ്ങൾ 10 പേരാണ് വന്നത്. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് 14-ാം തീയതി സ്റ്റാർട്ട് ചെയ്താണ്. ഇനിയിപ്പോൾ 23-ാം തീയതി ഞങ്ങൾ നേരെ തിരുവനന്തപുരത്ത് തന്നെ തിരിച്ചെത്തും. കാർഗിൽ വിജയ് ദിവസത്തിൻ്റെ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരു സൈക്കിൾ റാലി നടത്തുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ നിന്ന് വന്നതാണ്.
different offices. Yes, sir. We are on a cycle expedition from Pangod military station covering the state of Kerala to commemorate the silver jubilee of the India's victory over Pakistan in the Kargil War 1999. We will be covering the expedition in the next 10 days. Thereafter we will be reaching Trivandrum on 25th of the 26th to attend the Kargil Vijay Diwas, which will be held at Pangod military station, Trivandrum. Thank you. Sir, I joined on Monday morning, Sunday morning. Where are you coming from? Sir, we are coming from Alapura. We were staying in Alapura, Jilla Center. Brigadier Sunil MP, Station Commander, 91 Infantry Brigade, and Station Commander Trivandrum, Colonel Gopakumar, OSC ECHS cell Trivandrum, Major Chokum, who has come with the cycle rally. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ബഹുമാന്യനായ സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ സലീൽ സാർ, ലഫ്റ്റനന്റ് കേണൽ ഗോപകുമാർ സാർ, സൈക്കിൾ റാലിയുടെ നായകത്വം വഹിക്കുന്ന മേജർ സാർ, മറ്റ് വിമുക്തഭട സഹോദരന്മാരെ, വീരനാരികളെ, വീരന്മാർ, എന്നോട് ഇന്ന് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ECHSനെ പറ്റിയും കാർഗിൽ യുദ്ധത്തിനെ പറ്റിയും ഒരേ രീതിയിൽ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സമയക്കുറവാണ്. ഞാനൊരു കാർഗിൽ വീരയോദ്ധാവാണ്. കാർഗിൽ സമയത്ത് സർവീസിലുണ്ടായിരുന്നു, എയർഫോഴ്സിലായിരുന്നു എന്ന് മാത്രം. എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് എയർഫോഴ്സിൽ നിന്നും ഇന്ത്യൻ ആർമിയിൽ കമ്മീഷൻ വാങ്ങി ക്യാപ്റ്റൻ ജെറിൽ പ്രേംരാജ് തിരുവനന്തപുരം വീരഗതി പ്രാപിച്ചത് ഇന്നും എൻ്റെ ഒരു മറക്കാത്ത ഓർമ്മ ദിവസമാണ്. കാർഗിൽ ദിവസം ഇന്ന് ഈ സൈക്കിൾ റാലി നടത്തുന്ന സമയത്ത് കഴിഞ്ഞ 5 വർഷമായി ECHSന്റെ ബെനിഫിഷ്യറി എന്ന രീതിയിലും നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ദക്ഷിണ മേഖലാ സെക്രട്ടറി എന്ന രീതിയിലും ഈ സൈക്കിൾ റാലിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊള്ളുകയാണ്. ഞാൻ എൻ്റെ ഭാഷണം തുടങ്ങുന്ന മുമ്പ് ഞാൻ എല്ലാവരെയും സല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും പ്രണാമം. കാര്യം എൻ്റെ മുമ്പിലേക്കുന്ന ഓരോരുത്തരും എത്രത്തോളം ബഹുമാനം അർഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എക്സ് സർവീസ്മെൻ ആയാലും നമ്മുടെ വാർ വിഡോസ് ആയാലും വീർ മാതാസ് ആയാലും എല്ലാവരും നമ്മുടെ
രാജ്യത്തിന് വേണ്ടി എത്ര ത്തോളം സേവനം ചെയ്തിട്ടുണ്ട്. നമ്മൾ രാജ്യത്തോടും കടപ്പെട്ടിരിക്കണം. രാജ്യം അതുപോലെ തന്നെ നമ്മുടെ സൈനികരോടും കടപ്പെട്ടിരിക്കുന്ന ഒരു വലിയൊരു സംസ്കാരം മാത്രമല്ല, നമ്മൾ അതിലേക്ക് വേണ്ടി പ്രാവർത്തികമായിട്ട് പല കാര്യങ്ങളും എക്സ് സർവീസ്മെൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ ഓരോ രീതിയിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഒരു 10-25 വർഷം മുമ്പ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും എക്സ് സർവീസ്മെൻ പോളിക്ലിനിക്സോ അല്ലെങ്കിൽ അതിൻ്റെ URC ക്യാൻറ്റീൻ്റെ ഫെസിലിറ്റീസ്, പിന്നെ ഈ സ്പാ സിസ്റ്റംസ് വരുന്നുണ്ട്, ഓൺലൈനിൽ എന്തൊക്കെ ഗ്രീവൻസ് ഒക്കെ ഉണ്ട്, അതെല്ലാം ഒത്തിരി രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരു 95% കാര്യങ്ങൾ സോൾവ് ആവാനുള്ള ഓൺലൈൻ സിസ്റ്റംസ് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരുപാട് വെൽഫെയർ സ്കീംസ് ഒക്കെ ഒത്തിരി കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് വളരെയധികം എപ്പോഴും നമ്മൾ പറയും, നമ്മുടെ രാജ്യം, നമ്മുടെ എക്സ് സർവീസ്മെൻ എപ്പോഴും റെസ്പെക്ട് നടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അത് ഓരോ ദിവസം കൂടുന്നോളും അതിൻ്റെ ഓരോ സ്റ്റെപ്പും, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം തന്നെ നമ്മുടെ ഡിപെൻഡൻസി നോക്കുമ്പോഴത്തേന് ഇപ്പം ഞാനിപ്പോൾ സ്റ്റേഷൻ കമാൻഡർ ട്രിവാൻഡ്രത്തിന് കൊച്ചിയിൽ 2 സ്റ്റേഷൻ കമാൻഡറാണ്. എൻ്റെ ഇതിൽ താഴെ 15 എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീമിൻ്റെ പോളിക്ലിനിക്സ് ഉണ്ട്. ഇതല്ലാതെ നമുക്ക് 10 എക്സ് സർവീസ്മെൻ ക്യാൻറ്റീൻസ് ഉണ്ട്. ഇതിലെല്ലാം കൂടെ നമ്മൾ ഒരുപാട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് എക്സ് സർവീസ്മെൻ. ഓരോ ഫോറത്തിലായിരുന്നു എനിക്ക് ട്രിവാൻഡ്രത്തിന് എപ്പോഴും വന്ന് ഓരോ പോളിക്ലിനിക്കിൽ വന്ന് ഇന്ററാക്ട് ചെയ്യാൻ ഒത്തില്ലെങ്കിലും സമയം നോക്കിയിട്ട് ഓരോ പോളിക്ലിനിക്സിലും URCയിലും വന്നിട്ട് ഓരോരുത്തർ കാണുന്നുണ്ട്. ഈ കാർഗിൽ വിജയ് ദിവസത്തിന്റെ സമയത്ത് ഞാൻ ക്യാപ്റ്റൻ ജെറി പ്രേംദാസിന്റെ കാര്യം സാർ പറഞ്ഞിരുന്നു. ഞാൻ 97 ജൂണിൽ ഞാൻ കമ്മീഷനായി. ജെറി പ്രേംദാസ് 97 സെപ്റ്റംബറിൽ കമ്മീഷനായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി ജെറി പ്രേംദാസിന്റെ അമ്മയോടൊപ്പം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ഭാഗ്യമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് അവരുടെ ചെലവഴിക്കാനെത്തുന്നത്. അതുപോലെ തന്നെ എല്ലാവരും കാണുന്നതും നിങ്ങളുടെ ഓരോ എല്ലാവരും ഇന്ന് സർവീസ് സോൾജേഴ്സ് എല്ലാവരും എക്സ് സർവീസ്മെൻ ആവും. ഓരോരുത്തർ കാണുന്നത് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഭാഗ്യകരമായിട്ടുള്ള ഓരോ മൊമെന്റ്സും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. നമ്മളെല്ലാം ഒരു സെയിം ഫാമിലി ആയിട്ട് നമ്മുടെ ECHSലെ സ്റ്റാഫായാലും OSCയുടെ കഴിവുള്ള എല്ലാ സ്റ്റാഫും ഉള്ള URCയിലായിരുന്നാലും എല്ലാ സ്റ്റാഫിനോടും ഇതാ പറയുന്നത് വെച്ചാൽ നമ്മുടെ എക്സ് സർവീസ്മെൻ എപ്പോഴും എവിടെ വന്നിരുന്നാലും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബഹുമാനവും അതിൻ്റെതായിട്ടുള്ള സൗകര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്തു കൊടുത്തിരിക്കണം. ഇന്ന് കാർഗിൽ വിജയ് ദിവസിൻ്റെതായിട്ട് സൈക്കിൾ റാലി ഭഗജിത് സാഹിബിൻ്റെ കീഴിലുള്ള സൈക്കിൾ റാലി ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തു. അന്ന് ഞങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്ത്, ഈ സൺഡേ ആയിരുന്നു ഫ്ലാഗ് ഓഫ് ചെയ്ത്. ഇവരെ തന്നെ അയച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മദ്രാസ് ടു മദ്രാസ് റെജിമെൻറ്റിൻ്റെ ടീമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഓരോ കോട്ടയം വരെ, ട്രിവാൻഡ്രം മുതൽ കോട്ടയം വരെ ഉള്ള പല എക്സ് സർവീസ്മെനെയും പല വിഡോസിനെയും പല വീർ മാതാസിനെയൊക്കെ ഇവർ കാണുന്നു, സംസാരിക്കുന്നു. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആർമിയിൽ, ആം ഫോഴ്സസിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ളൊരു ബോധം കൂടെ കൊണ്ടുവരാൻ കൂടിയാണ് ഇങ്ങനെയുള്ള റാലിയൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വേറെ ഒന്നും ഇപ്പോൾ തൽക്കാലം എല്ലാവർക്കും ആശംസകൾ നേരുന്നു. God bless everyone. Thank you. Jai. ഒരു പൈസയോട് കൊടുക്കുന്നുണ്ട്. ഒരു നമ്മുടെ സ്റ്റാഫിൽ ഒരു വിടവുണ്ട്, വിദ്യ. പ്ലീസ് കം ഫോർവേഡ്. ശ്രീ വിദ്യ. എല്ലാവരും നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. എപ്പോഴും കൂടി ഒരാൾക്ക് മാത്രം അവാർഡ് കിട്ടുന്നു. പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഒരാൾക്ക് അവാർഡ് കിട്ടുന്നതിന് ബാക്കി എല്ലാവരുടെയും പ്രവർത്തനം, ബാക്കിയുള്ളവരുടെയും പ്രയത്നം കൊണ്ടാണ്.